മഹാനായ പ്രവാചകനോട് മക്കക്കാർ വന്ന് പറഞ്ഞില്ലേ, മുഹമ്മദ് ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തയ്യാറായാലോ? നമ്മൾ എന്തിന് വഴക്കിനും വക്കാണത്തിനും പ്രശ്നങ്ങൾക്ക് മുന്നോട്ട് പോകണം? നമുക്ക് സ്നേഹത്തിൽ കഴിയണ്ടേ? ഒരുമയിൽ മുന്നോട്ട് പോകണ്ടേ? ഞങ്ങൾ ആരാധിക്കുന്നതിന് നീ ആരാധിക്കണം, നീ ആരാധിക്കുന്ന ഞങ്ങളും ആരാധിച്ചു കൊള്ളാം. നീ ഞങ്ങൾ ആരാധിക്കുന്ന ആരാധന്മാരുടെ അരികിലൂടെ പോകുമ്പോ ഒന്ന് കൈ ഉയർത്തിയാൽ മതി, മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും ആ മുഹമ്മദ് നബിക്ക് മുമ്പൊക്കെ നമ്മളോട് എതിർപ്പുണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല, നല്ല മാനസാന്തരം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കിടയിൽ വഴക്കും വക്കാനുണ്ടാവുകയില്ല. മഹാനായ റസൂലുള്ളാഹിനോടും പ്രവാചകനോടും അവിടുത്തെ മക്കയിലെ പ്രമുഖരായ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ വന്ന് നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെയും മഹാനായ പ്രവാചകൻ തിരുമേനിക്ക് പോലും ഓലെ വിശ്വാസം നമ്മൾ സ്വീകരിക്കണില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ പോണ സമയത്ത് കൈകാട്ടിയപ്പോ എന്താ വരാൻ പോണത് എന്ന് ആര് തോന്നിപ്പിച്ചിരിക്കും? ശൈത്താൻ തോന്നിപ്പിച്ചിരിക്കും. മഹാനായ പ്രവാചകൻ തിരുമേനിക്ക് എന്നാ ഒരു സോപ്പിടലിൽ വീഴ് പോകുമോ എന്ന് അള്ളാഹ് തോന്നിയപ്പോ വിശ്വാസികളെ ഖുർആൻ ആയത്തിറങ്ങുകയാണ്. ലൗലാ അൻ സബ്ബത്നാക ലകകിത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ ഇദൻ ലഅദഖനാക ലിഫൽ ഹയാതി വലിഫൽ മമാത്. റസൂലേ, നിന്നെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. നിന്നെ ഞാൻ സ്റ്റാൻഡിൽ നിർത്തിയില്ലായിരുന്നുവെങ്കിൽ നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് പ്രവാചകരെ, ഏതാളോടും നീ തുറന്നു പറയണം, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇതൊരു മുസൽമാന്റെ നിലപാടാണ് പ്രിയപ്പെട്ടവരെ. ആരുടെ മുന്നിലും നമ്മൾ തൗഹീദിന്റെ കൃത്യതയിൽ സഞ്ചരിക്കുന്നവരാണ്, നമ്മൾ അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇത് മഹാന്മാരായ അമ്പിയാക്കളുടെ മാതൃകയാണ്.